ഏതൊരു ചെടിയാണെങ്കിലും ഒരു പിടുത്തം കഴിഞ്ഞെങ്കിൽ പിന്നെ അതൊരു മുരടിച്ച അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് പിഴുത് മാറ്റിക്കളയുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കത് പിഴുത് മാറ്റാതെ തന്നെ ഒന്ന് പുതുക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു പയർ ചെടിയാണ് നിൽക്കുന്നത്. ഇത് ഒരു പിടുത്തം കഴിഞ്ഞ് കുറച്ചൊക്കെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്, ഒരു മുരടിച്ച അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനൊന്ന് പിഴുത് കളയാതെ ഞാനത് ഒന്ന് പുതുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ പൂവിടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പറിച്ച് കളഞ്ഞെങ്കിൽ ഇത് വെറുതെ പോകും. വെറുതെ ചെടി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതൊന്ന് പിഴുതെടുത്താൽ പിഴുത് കളയാതെ തന്നെ നമുക്കത് മാറ്റി ഇങ്ങനെ ഉണങ്ങിയാൽ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇവിടെയെല്ലാം തളിരിലകൾ വരികയും പൂക്കൾ വരികയും ചെയ്യും. ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് മണ്ണും പെണ്ണും എപ്പോഴും അണിഞ്ഞൊരുങ്ങിയാൽ വീണ്ടും വീണ്ടും പുതുമയോടെ നല്ല ഭംഗിയോടെ ഇരിക്കുമെന്നാണല്ലോ പറയുന്നത്. പെണ്ണുങ്ങൾ തന്നെ ഇപ്പോൾ 60 വയസ്സായവരും 80 വയസ്സായവരും ഒക്കെ മുടിയൊക്കെ നല്ല ഭംഗിയാക്കി, പണ്ടത്തെ പോലെ നരച്ചവരെ നമുക്ക് എവിടെയും കാണാനില്ല. എല്ലാവരും മുടിയൊക്കെ ഡൈ ആക്കി നല്ല ചുരിദാറൊക്കെ ധരിച്ചാണല്ലോ നടക്കുന്നത്. മണ്ണിൻ്റെ ഒരുങ്ങൽ എന്ന് പറയുന്നത് കൃഷി തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലമൊക്കെ കുറവായവർക്കെല്ലാം ഇത് മാറ്റാതെ തന്നെ അതിനൊന്ന് പുതുക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് പോട്ടിംഗ് മിക്സാണ് ഞാൻ ഇടുന്നത്. പോട്ടിംഗ് മിക്സ് കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇവിടെയെല്ലാം മുട്ടുകൾ വരുന്നുണ്ട്. ഇനി പിടിക്കുന്നത് താഴെയായിരിക്കും. പയർ ചെടി ആദ്യം മുകളിൽ പോയി പിടിക്കുകയും പിന്നീട് അത് താഴെയായിരിക്കും പിടിക്കുന്നത്. പോട്ടിംഗ് മിക്സ് ലേശം ഇട്ടു. ഇനി ലേശം നല്ല വളക്കൂറുള്ള നല്ല മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുക.